ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നേരെ ഇങ്ങനെ വെളുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡെയിലി രാവിലെ 7:05 എടുക്കുന്ന ട്രെയിൻ നമ്പർ 56-322 നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചറിലാണ് നമ്മുടെ യാത്ര വരുന്നത്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാസഞ്ചറിന് കയറി നമ്മുടെ നിലമ്പൂർ റോഡ് ഷൊർണൂർ റെയിൽപാതയിലെ കുറച്ച് ഡബിളിംഗ് വർക്കുകൾ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടോ. ക്രോസിങ്ങിന് വേണ്ടിയിട്ട് 2 സ്റ്റേഷനിൽ ഡബിളിംഗ് വർക്കൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം കയറിയിട്ട് കുലുക്കലൂർ സ്റ്റേഷനിലേക്കാട്ടോ പോകുന്നത്. അവിടെ ഡബിളിംഗ് വർക്കിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇതേ റേക്കിന് തന്നെ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചറിന് നമ്മൾ കയറി മേലാറ്റൂർ വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ അപ്ഡേറ്റുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആ നിലമ്പൂർ റോഡ് ഷൊർണൂർ പാതയിലെ പുതിയ അപ്ഡേറ്റ് വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ രീതിക്ക് ഇപ്പം മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ലോക്കോ ദേ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. നമ്മുടെ റാണിക്ക് വന്ന സെയിം ലോക്കോ തന്നെയാണ് നമ്മുടെ പാസഞ്ചർ ലോക്കോ വരിക. അപ്പോൾ ഈ സമയത്തൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ മഴയൊക്കെ ഇങ്ങനെ ചെറിയ നേരത്തെ ഇങ്ങനെ പെയ്യണ സമയത്തൊക്കെ നമ്മുടെ നിലമ്പൂർ റോഡ് സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ റേക്ക് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. 7:05 എടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തോട്ടോ റെയിൽ വണ്ണിൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മുടെ റേക്ക് കയറിയിരിക്കാൻ പോകാൻ ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. 7:05 എടുക്കണോണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറാം കേട്ടോ. നമ്മുടെ സ്ലീപ്പറിൽ കയറണ്ടാവില്ല, നമ്മൾ മുമ്പിലത്തെ ജനറൽ തന്നെ കയറാനുള്ള പരിപാടി കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ AC വെയിറ്റിംഗ് ഹാള് പ്രവർത്തനമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് തന്നെ അതിപ്പോൾ ഒന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. പട്ടികളുടെ ശല്യം നല്ലോണം ഉണ്ട്, പക്ഷേ അത് ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നൊരു ഭാഗം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയാണ് നമുക്ക് പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കയറാം കേട്ടോ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കൗണ്ടർ വരുന്നത് കേട്ടോ. അവിടെ ഒരു ATVM ഉണ്ട്, ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് കൗണ്ടറിൽ റെയിൽ വൺ സ്കാൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേ ബോർഡ് വരുന്നൊരു ഏരിയ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ്റെ എക്സിറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത്ര നേരം നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര നേരം അകത്തുനിന്ന് എടുത്തത് കേട്ടോ. ഇപ്പോഴും മഴയുണ്ട്, നല്ല രീതിക്ക് മഴയുണ്ട്. നമുക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതൊന്നും അറിയില്ല നമുക്ക് ആ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. അപ്പോൾ നേരെ നിങ്ങൾക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ മെയിൻ റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടും പോകാനായിട്ട്. ഇപ്പോൾ പുതിയൊരു അണ്ടർവേ ഒക്കെ വന്നിട്ടുണ്ട്, അണ്ടർ പാസേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ നിലമ്പൂർ മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് നേരെ അകത്തേക്ക് തന്നെ കയറാണ് വീണ്ടും. നമുക്ക് കയറിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറി ഇരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ മഴയനുസരിച്ച് കണ്ടറിയാം. ദൂരെ നമ്മുടെ ലോക്കോ റിവേഴ്സൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അറക്കോണം ഷെഡിൻ്റെ ഒരു WP4 ആണ് നമ്മുടെ ലോക്കോ ആയിരുന്നത്. അപ്പോൾ അതന്നെ അവിടെ നിന്ന് നേരെ പോയി റിവേഴ്സലൊക്കെ കഴിഞ്ഞ് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ നമ്മുടെ വണ്ടി എടുക്കും കേട്ടോ. അവിടെ നിന്ന് 7:05 നമ്മുടെ വണ്ടി എടുക്കേണ്ട കറക്റ്റ് സമയം. ഈ ഭാഗം നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എൻഡാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ നഞ്ചങ്കോട് ലൈൻ വരുന്നത് കേട്ടോ. ഈ ഭാഗത്തോട്ട് അങ്ങടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഇടയ്ക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഒന്നും കേട്ടില്ല കേട്ടോ. ശരിക്കും ആ ഒരു നഞ്ചങ്കോട് ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഭാഗത്തോട്ടുള്ള ഒരു ആക്സസ് ഒക്കെ ഭയങ്കര ഈസി ആവും. ഇതിപ്പോൾ അവിടെ എൻഡിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നുള്ള ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി കഴിയുമ്പോൾ വരുന്നൊരു ഭാഗം കേട്ടോ ആ സൈഡ്. അപ്പോൾ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇപ്പോൾ എൻഡാണ്. ഇതാണ് നമ്മുടെ ലോക്കോ വരുന്നത് കേട്ടോ. അറക്കോണം ഷെഡിൻ്റെ ഒരു P4 ആണ് നമ്മുടെ ലോക്കോ വരുന്നത്. 22,871 കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കോച്ചിലോട്ട് പോവാം. ഞാനവിടെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വിൻഡോ സൈഡാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ കൃത്യം നമ്മൾ 7:05 നിലമ്പൂർ റോഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ കുലുക്കലൂർ എത്തേണ്ട സമയം എന്ന് പറയുന്നത് 8:05 ആണ്. അപ്പോൾ അത് 8:05 എത്തുമോ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് നിലമ്പൂർ റോഡിൽ നിന്ന് എടുത്തത് ഔട്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. കൃത്യം 7:05 നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് മഴയുണ്ട് ഇവിടെ ഇപ്പോഴും. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ഭാഗമൊക്കെ വരുന്നത് കേട്ടോ. ഇതാണ് ആ പുറത്തത്തെ ഭാഗങ്ങളൊക്കെ. ഇപ്പോഴാട്ടോ മഴയൊന്നും കുറഞ്ഞത്. ഞാനിവിടെ വന്നിറങ്ങിയ നേരത്ത് നല്ല ഉഗ്രം മഴയായിരുന്നു കേട്ടോ. നമ്മൾ പതുക്കെ ഈ ലൂപ്പിൽ നിന്ന് കയറി ആ സിംഗിൾ ലൈനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ബാക്ക് ഭാഗം വരുന്നൊരു വ്യൂ കേട്ടോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ് ഇത്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മെമ്മോ ഒക്കെ എടുക്കുക കേട്ടോ. രാവിലെ പുലർച്ചെ എടുക്കുന്ന മെമ്മോ ഒക്കെ ഇവിടെ നിന്നാണ് എടുക്കുക. നമുക്കൊരു 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് കുലുക്കല്ലൂർ വരെ. നമുക്ക് ആ കാഴ്ചകളൊക്കെ പകർത്തി പോവാം കേട്ടോ ഇവിടെ നിന്ന്.
നല്ലൊരു തിരിവാണ് കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ ആ തിരിഞ്ഞു പോണത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സ്ലോ ആയിട്ട് തന്നെയാണ് പോകണുള്ളൂ, സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല. ഇനി സ്പീഡ് എടുത്ത് തുടങ്ങും കേട്ടോ. പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഈ ലൈനിലെ മെയിൻ ക്രോസിംഗ് സ്റ്റേഷനായ വാണിയമ്പലം സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു ക്രോസിംഗ് സ്റ്റേഷനാണ് ഈ വാണിയമ്പലം എന്ന് പറയുന്നത്. ഇപ്പുറത്താണ് കേട്ടോ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ നമ്മൾ വാണിയമ്പലത്തിൽ വന്ന് കയറാണ്. 1 മിനിറ്റ് ഡിലേ ഉള്ളൂ കേട്ടോ. ഇതൊരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക് കയറാണ് കേട്ടോ. ഈ വണ്ടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്ലീപ്പറിൽ യാത്ര ചെയ്യാം നമുക്ക്. പാസഞ്ചർ ആയതുകൊണ്ട് AC മാത്രമാണ് കേട്ടോ ഇതിൽ ഓഫ് ആക്കിയിട്ടുള്ളൂ. സ്ലീപ്പറിലും ജനറലിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ജനറൽ ടിക്കറ്റിന്റെ പൈസയ്ക്ക് തന്നെ, ഓർഡിനറി പൈസയ്ക്ക് തന്നെ നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇപ്പോൾ ഈ റാണിയുടെ ഒരു റൈഡ് ഷെയറിംഗ് വെച്ചിട്ടുള്ള ഒരു സർവീസിന്റെ ഗുണം. നമ്മൾ മുമ്പിൽ നിർത്തുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഒരു 3 മിനിറ്റിന്റെ ഹോൾഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ വാണിയമ്പലത്തിൽ നിന്ന് എടുക്കുകയാണ്. അടുത്ത നമ്മുടെ സ്റ്റേഷൻ തുവ്വൂർ റെയിൽവേ സ്റ്റേഷനാട്ടോ. അത്യാവശ്യം ആൾക്കാർ കയറാണ്ടല്ലോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഷൊർണൂരിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. കാരണം ഈ ഒരു സമയത്ത് അത്യാവശ്യം കമ്മ്യൂട്ടേഴ്സ് ട്രാവൽ ചെയ്യുന്നൊരു പാസഞ്ചർ കൂടിയാണിത്. മേലാറ്റൂരിൽ നിന്നൊക്കെ നല്ല തിരക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ വണ്ടിക്ക്, അങ്ങാടിപ്പുറത്തേക്ക്. ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മളിത് 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം എടുത്തിരിക്കുകയാണ് കേട്ടോ തുവ്വൂർ സ്റ്റേഷനിൽ നിന്ന്. ഈ ഒരു മേൽപ്പാലം കാണല്ലേ, ഇവിടെയാണ് കേട്ടോ മറ്റേ മെമു വരുന്ന സമയത്ത് മണ്ണിടിഞ്ഞത്. നമ്മുടെ രാവിലെ വരണ നിലമ്പൂർ റോഡ് ഷൊർണൂർ മെമു എടുക്കുന്ന സമയത്ത് മണ്ണിടിഞ്ഞിട്ട് ആ ഗതാഗതം കുറച്ച് മുടങ്ങിയിരുന്നത് ഈ ഒരു പാലത്തിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. ഈ ഒരു ഓർബിച്ചിൻ്റെ താഴത്തായിരുന്നു ഈ ഭാഗത്തേക്ക് ആയിട്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കത് കാണാനുണ്ട്, മഴ പെയ്തിട്ട് മണ്ണിടിഞ്ഞായിരുന്നു കേട്ടോ ആ ഭാഗത്ത്. നമ്മളിത് അങ്ങാടിപ്പുറം വന്ന് എത്തിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ റൂട്ടിലൊരു മെയിൻ സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ആണ് കേട്ടോ. അതിവിടെ നമ്മുടെ ക്രോസിങ്ങിന് വേണ്ടി കിടക്കുകയാണ്. നമ്മൾ പോയതിന് ശേഷം അത് ഇവിടെ നിന്ന് എടുത്ത് പോകും കേട്ടോ. നമ്മളിത് അങ്ങാടിപ്പുറം സ്റ്റേഷൻ വന്ന് എത്തിയിരിക്കുകയാണ്.
നല്ലൊരു തിരക്കാണ് കേട്ടോ. അത് ഇറങ്ങിപ്പോണം, നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോണവരാണ്. നമ്മുടെ ട്രെയിൻ വന്ന് ഇറങ്ങി അത്യാവശ്യം ആൾക്കാർ അവിടുത്തെ ടോളിപ്പാത്ത് വഴി അങ്ങോട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടിയാണ് എനിക്ക് തോന്നുന്നു മെയിൻ റോട്ടിലേക്ക് കയറി പോകേണ്ട ഒരു വഴി തോന്നുന്നുണ്ടോ. അപ്പുറത്തെ സൈഡിൻ്റെ എക്സിറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പുറത്ത് നിങ്ങൾ കണ്ടറിയാം ഇഷ്ടംപോലെ ലോറികളാട്ടോ. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് മറ്റേ ഒരു ഗോഡൗൺ ഉള്ള ഭാഗമാണ്. അപ്പോൾ ഫ്രൈറ്റ് വരുന്ന ഒരു ലൈനാട്ടോ ആ അങ്ങോട്ട് കയറി പോയിരിക്കണ ലൈൻ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 50 സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങാടിപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറുകര ഉണ്ട്. ചെറുകര കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പാട്ടോ പുലിക്കല്ലൂരാണ്. നമുക്ക് ഗ്രീൻ സിഗ്നലിൽ ഫുൾ ക്ലിയറൻസ് ആയിരിക്കുകയാണ്. നമ്മളിത് കുലിക്കല്ലൂർ സ്റ്റേഷൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ആ സ്റ്റേഷനാട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ഡബ്ലിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ക്രോസിംഗ് സ്റ്റേഷനാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്റ്റേഷനാട്ടോ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുലിക്കല്ലൂർ ഒരു 3 മിനിറ്റ് ഡിലേ ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ് ഡിലേയോടെ നമ്മളിത് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മേലാറ്റൂർക്കാട്ടോ പോണത്. നമുക്ക് ട്രെയിനിൻ്റെ ഡിപ്പാർച്ചറൊക്കെ എടുത്ത് നമുക്ക് ഇവിടുത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ കയറി മേലാറ്റൂർക്ക് പോകാം കേട്ടോ. നമ്മളങ്ങനെ വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ കുലിക്കല്ലൂർ സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഗ്രീൻ സിഗ്നലിൽ വീണ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഡിപ്പാർച്ചർ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാണിച്ചു തരാം കേട്ടോ സ്റ്റേഷനിലെ. നമുക്ക് ആദ്യം സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ കണ്ട് നമുക്ക് അപ്ഡേറ്റ് ഒക്കെ എടുത്തിട്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത വണ്ടി 9 മണി കഴിഞ്ഞിട്ടാട്ടോ. 9:30ക്കാണ് അടുത്ത വണ്ടി വരിക. അപ്പോൾ അത് നമുക്ക് നേരെ 10 മണിയാകുമ്പോൾ മേലാറ്റൂർ എത്തും. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ ഒരു സമയം സ്പെൻഡ് ചെയ്യാം. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. നമ്മുടെ പാസഞ്ചർ ഇവിടെ നിന്ന് എടുക്കുകയാണ്. രാജറാണിയുടെ രക്ഷകരങ്ങളെ പാസഞ്ചർ കുലിക്കല്ലൂരിൽ നിന്ന് എടുത്തു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 2 സ്റ്റേഷനാട്ടോ ഇപ്പം നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഡബിളിംഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കുലിക്കല്ലൂർ, 3 മേലാറ്റൂർ. അപ്പോൾ നമ്മൾ കുലിക്കല്ലൂർ സ്റ്റേഷനിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ നിങ്ങൾക്ക് പാടം ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ 2 ലൈൻ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആവണ ലൈൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുമ്പിലോട്ട് നടക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ആ ലൈൻ ഇങ്ങനെ നിങ്ങൾക്ക് തിരിയണ കാണാൻ പറ്റുക. പക്ഷെ അതിൻ്റെ പണികൾ നടക്കണേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല. ലൈൻ വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലൈനൊക്കെ റെഡിയാണ്. പക്ഷേ ഫുള്ളാവാത്തതുകൊണ്ട് തന്നെ വണ്ടികൾ വിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ ലൈനിൽ കൂടെ. ഇപ്പോൾ നമ്മുടെ പാസഞ്ചർ പോയി ഈ ലൈനിൽ കൂടെ നമ്മളിപ്പോൾ നടക്കുന്ന ലൈനിൽ കൂടെ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ തിരിച്ചും ഈ ലൈനിൽ കൂടെ തന്നെയാണ് വരുന്നുണ്ടാവുള്ളൂ. ഇതിന് മുന്നേ ഞാൻ മറ്റേ നിലമ്പൂർ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഈ സൈഡിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു സിംഗിൾ ട്രാക്ക് തന്നെയാണ്. അവിടെ സ്ഥലം എടുത്തിരിക്കുന്ന ടൈമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനില്ലേ നമ്മുടെ ആ ലൈൻ, മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പ് സെപ്പറേറ്റ് ആയിട്ടൊരു ലൈൻ കയറി പോണത്. അപ്പോൾ ഇതാട്ടോ മിക്കതും നമ്മുടെ ക്രോസിംഗ് ലൈൻ വരാനുള്ള സാധ്യത. അപ്പോൾ ക്രോസിംഗ് ലൈൻ ഇങ്ങനെ കയറി നിലമ്പൂരോട്ട് പോണ ട്രെയിൻ മിക്കതും ഇവിടെ പിടിച്ചിട്ട് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ഈ ലൈനിൽ കൂടെ തന്നെ ആട്ടോ വരാൻ സാധ്യത ഉണ്ടാവുക. കാരണം ലൂപ്പ് അങ്ങനെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോഴും ആ ഒരു ലൈൻ നേരെയും പോയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇവരിപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ജോയിൻ സെക്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഈ ലൂപ്പ് ഇങ്ങനെ ഇപ്പുറത്തോട്ട് കയറണ പോലെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വന്ന് നമ്മുടെ നിലമ്പൂരോട്ട് പോണ ട്രെയിൻ ഇങ്ങനെ കയറി അവിടെ ചെന്ന് നിന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പതിവ് തോന്നുന്നു കേട്ടോ. അങ്ങനെ തന്നെ ആവാനുള്ള ചാൻസാണ് എനിക്ക് തോന്നുന്നത്. 5-6 മാസം മുന്നേ വന്ന സമയത്ത് പോലും ഈ ഒരു സ്റ്റേഷനിൽ നമുക്ക് അവിടെ സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത്
പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട്. കാരണം ലൈൻ വന്നു, ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് വന്നു, അതേപോലെ തന്നെ അവിടെ ഒരു ഡെഡ് ലൈൻ എൻഡ് ചെയ്യണ പോലെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് സ്ഥലമൊക്കെ എടുത്തത് മൊത്തത്തിൽ അവർ ചെയ്തു കേട്ടോ. പിന്നെ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് അവിടെ നല്ലോണം രീതിക്ക് വന്നു കഴിഞ്ഞു. മൊത്തത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ രാവിലെ ഞാൻ കണ്ട മഴയ്ക്കൊന്ന് പേടിച്ചോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടാവുമെന്ന്. പക്ഷെ അതിനൊന്നും നമുക്കൊരു കോട്ടമൊന്നും കിട്ടിയില്ല. നമുക്കിപ്പോൾ തിരിച്ച് പോയിട്ട് ആ ഉൾഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറി മേലാറ്റൂർക്ക് പോകാം കേട്ടോ. അവിടെയാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വികസനം കൂടുതൽ വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ വർക്ക് അപ്ഡേറ്റ്സ് കൂടുതൽ അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് നമുക്കൊന്ന് കാണാതെ പോയിട്ട് നമുക്കിപ്പോൾ ഇതിലേ കടന്നിട്ടേ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് പോകാം കേട്ടോ. അവിടെയാണ് ആ ഒരു ഭാഗം വരുന്നത്. ഡെവലപ്മെൻറ്റ് എന്തോരായിന്ന് അറിയണമെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് പോകണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് വരാം. ഇവിടെയും വർക്കുകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്താ കയറി പോണത് മറ്റേ പുതിയ പ്ലാറ്റ്ഫോമിലോട്ടോ കേട്ടോ. ക്രോസിങ് വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ ഞാൻ ഈ വഴിക്ക് വരണ സമയത്ത് ഈ കടകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെ കുറച്ച് വീടുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലമൊക്കെ എടുത്ത് നമുക്കിവിടെ ഹൈറ്റിലും മതിലൊക്കെ കെട്ടിയിരുന്നു കേട്ടോ. പണ്ട് ഈ സിംഗിളിനുള്ള സമയത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിത് കണ്ടാൽ മനസ്സിലാവില്ല, നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൊത്തത്തിൽ നോക്കണ സമയത്ത് നമുക്ക് ആകെ മൊത്തത്തിൽ ആ മാറ്റം ഇവിടെ കാണാനുണ്ട് കേട്ടോ. കാരണം ശരിക്കും കാണാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീടുകളും ആ കാണുന്ന ഒരു ചെറിയൊരു ഇത് കാണില്ല. ആ കടയൊക്കെ നമുക്ക് പണ്ട് ഈ ലൈൻ വരണതിന് മുന്നേയൊക്കെ നമുക്ക് എടുത്ത് കാണാൻ വേണ്ട ടൈപ്പായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കതൊന്നും മനസ്സിലാവുക തന്നെ ഇല്ല, മൊത്തത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ബിൽഡിങ് വരുന്നത് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കിടക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമാവും കേട്ടോ. അപ്പോൾ വൈകാണ്ട് തന്നെ ഇത് ഓപ്പൺ ആവാൻ തോന്നുന്നുണ്ട് കേട്ടോ ഈ ലൈൻ. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് പണികൾ അവിടെ കംപ്ലീറ്റ് ആവണേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം മൊത്തത്തിൽ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമാവും കേട്ടോ അവിടെ കമൻസ് ആവുള്ളൂ, ഈ ലൈൻ കമ്മീഷൻ ആവുള്ളൂ തോന്നുന്നുണ്ട്. ഈ ക്രോസിംഗ് സ്റ്റേഷനായിട്ട് കുലുക്കല്ലൂർ അതുവരെ നമുക്കിവിടെ ഇങ്ങനെ ഈ വർക്കിൻ്റെ പ്രോഗ്രസ് അതിന് നടക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഇപ്പോഴും കല്ലാണ്, ഇതൊക്കെ നികത്തിയിട്ട് ഇവിടെ മേലേക്ക് ഇതൊക്കെ കെട്ടിയിട്ടാവും ശരിയാക്കുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ബാക്കിൽ കാണുന്നത് ഈ നല്ല അടിപൊളി ആയിട്ടുള്ള പാടങ്ങൾ കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല പച്ചപ്പുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് രാവിലെ മഴ പെയ്ത് വിട്ടുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീടുകളൊക്കെ ഈ വീടുകളാട്ടോ. ഈ രണ്ട് വീട്, ആ കട, ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ സിംഗിൾ ലൈനുള്ള സമയത്ത് നല്ല വൃത്തി കാണായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ അവർ ഹൈറ്റ് കൂട്ടി കെട്ടി. അപ്പോൾ അവരുടെ വിസിബിലിറ്റി ഒക്കെ പോയി, ആ വീടൊക്കെ താഴ്ന്നു പോയ അവസ്ഥയായി കേട്ടോ, താഴേക്ക് പോയ അവസ്ഥയായി. അപ്പോൾ നമ്മൾക്ക് പ്ലാറ്റ്ഫോം വന്നുകൊണ്ട് തന്നെ ഇവർ കെട്ടിയിട്ടുണ്ട് ഈ സ്ഥലം. അപ്പോൾ അത് ആ കാണുന്ന ഷെഡില്ല, അതാട്ടോ പഴയ കാലത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഷെഡ്. ഈ ഒരു മറ്റേ സിംഗിൾ ലൈൻ മറ്റേ ഇലക്ട്രിഫിക്കേഷനൊക്കെ ആവണതിന് മുന്നേ മറ്റേ ഡീസൽ ലോക്കോസ് വെച്ച് ഓടിക്കൊണ്ടിരുന്നില്ല, ആൽക്കോസൊക്കെ ഓടിരുന്ന കാലത്ത് ഉള്ളൊരു ഷെഡാട്ടോ ആ കുലുക്കല്ലൂർ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണാനുള്ള ഷെഡ്. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും പഴുതാന്നോ അവർ മാറ്റിയിട്ടില്ല, അതിന് വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഈ ഒരു ഭാഗം ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റോഡിൻ്റെ അപ്ഡേറ്റ് വേണ്ടത്. ഇതൊക്കെയാണ് പുതിയ ബിൽഡിങ് വരണത്. പിന്നെ നമ്മുടെ ലൈനിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കമ്മീഷൻ ആവണത് എപ്പോഴാണെന്നുള്ളത് മാത്രമേ ഇവിടെ അപ്ഡേറ്റ് വരാറുള്ളൂ. അത് മിക്കവാറും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആവുള്ളൂ. ആ പ്ലാറ്റ്ഫോമും ഈ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, അത് പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാട്ടുള്ളത്. കോച്ചിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയൊരു ടൈപ്പ് ഹൈറ്റിലാണ് അതുള്ളത്. പക്ഷേ ഇത് പഴയ പ്ലാറ്റ്ഫോം ആട്ടോ. ഇവിടെ ബിൽഡിങ് മാത്രമാണ് നമുക്ക് പുതിയത് വന്നിട്ടുള്ളൂ. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് ഇവർ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോഴും ആ ട്രാക്കിൻ്റെ ഒരു സെയിം ലെവലിൽ കുറച്ച് വ്യത്യാസമായിട്ട് നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇത് പഴയൊരു മോഡൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ നടന്നിപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ ഇവിടെ എസ്എമ്മിൻ്റെ സ്റ്റേഷൻ മാനേജറിൻ്റെ റൂമും അതേപോലെ ടിക്കറ്റ് കൗണ്ടറും എല്ലാ ബിൽഡിങ്ങിനുള്ളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ സ്പേസ് ആയിരുന്നു പണ്ടത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതുപോലത്തെ 3-4 വെയിറ്റിംഗ് ഷെഡായിട്ടോ മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടാണ് ഇവർ വലിയൊരു രീതിയിൽ കെട്ടിയിട്ടുള്ളത്. എന്നാൽ പോലും ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് പോലത്തെ ഒരു സ്ഥലം തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അറ്റത്ത് കാണുന്ന ഒരു സ്പേസിലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ആ പുതിയ ബിൽഡിംഗ് വരണത്. ഞാൻ അകത്ത് കയറി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഈ ഒരു സ്പേസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ട്രെയിനിൻ്റെ സമയം ആകുമ്പോഴാണ് ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ജീപ്പയുടെ ഒരു സ്കാനർ വെച്ചിട്ട് കുറച്ച് ടിക്കറ്റ്സ് ഒക്കെ അവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിപ്പെൻസ് നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ ടിക്കറ്റ് അപ്പം സ്പോട്ടിൽ തരാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ഷൂട്ട് ചെയ്തൊന്ന് അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്കും നല്ല മഴയാണ്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ നല്ല മഴയാണെന്ന് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഈ ആശാൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ആൾ കിടന്ന് തപ്പി കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ഫിസിക്കൽ ടിക്കറ്റാണ്. അവിടെ റെയിൽവേൻ്റെ സ്കാനറൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ടിക്കറ്റ് ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ മേലാറ്റൂരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ മറ്റേ വാണിയമ്പലത്തിൻ്റെ ടിക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും അത് ചോദിച്ച് മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എനിക്ക് ഫിസിക്കൽ ടിക്കറ്റ് തന്നിരിക്കുക കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ടിക്കറ്റ് തന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു QR കോഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഭയങ്കര ഉപകാരമാവും ഈ ഒരു റൂട്ടിൽ നിലമ്പൂർ വരെയുള്ള എല്ലാ സ്റ്റേഷനിലും QR കോഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ റെയിൽ വണ്ട വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ നല്ല ഉപകാരം കേട്ടോ. കാരണം ഇവർ നല്ലോണം ലേറ്റ് ആക്കുന്നുണ്ട് ടിക്കറ്റ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് ടിക്കറ്റ് കയ്യിൽ തന്നത്. നമ്മുടെ ട്രെയിൻ 9:30 കൂടിയാണ്, ഇപ്പോൾ തന്നെ 9:10 ആയിട്ടുണ്ട്. അപ്പോൾ മഴ ഇപ്പോൾ ഒന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പുറത്തിറങ്ങിയിട്ടുള്ള ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യാം. നമ്മൾക്കിനി മേലാറ്റൂർക്ക് പോകാനുള്ള ട്രെയിൻ നമ്പർ 56-323 കേട്ടോ. നമ്മുടെ റാണിയുടെ തന്നെ അങ്ങോട്ട് പോയ റേക്ക് തിരിച്ച് ഇങ്ങോട്ട് പാസഞ്ചറായിട്ട് ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചറായിട്ട് വരും കേട്ടോ. അതിൽ കയറിയിട്ടാണ് നമ്മൾ മേലാറ്റൂർ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുലുക്കല്ലൂർ സ്റ്റേഷനിൽ പുതിയ ബിൽഡിങ് നമുക്ക് അവിടെ കാണാൻ കേട്ടോ. അതേപോലെ പണ്ടത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഈ കാർഡ് ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിലുള്ളത്. അന്ന് ഇതായിരുന്നു ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വരുന്ന ട്രെയിനിൻ്റെ ടൈമിങ്സ് ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ട്രെയിനിൻ്റെ ടൈമിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് പോസ് ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ ഈ ഒരു നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള ട്രെയിനിൻ്റെ ടൈമിങ്സ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഏരിയ വന്നിരുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ ഇല്ലേ, ATVM, അതിൽ അതുപോലെ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ തന്നെ കേട്ടോ കുലുക്കല്ലൂർ സ്റ്റേഷനിലുള്ളത്. അപ്പോൾ ഒരു വയസ്സായ പുള്ളിയാണ്. ഞാൻ ടിക്കറ്റിൻ്റെ പേയ്മെൻ്റ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. 1/2 മണിക്കൂറായിട്ടും പുള്ളി ടിക്കറ്റ് തരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ 2-3 വട്ടം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു മേലാറ്റൂർക്കുള്ള ടിക്കറ്റൊക്കെ ഇനി പുള്ളിയൊക്കെ എടുക്കാറിഞ്ഞിട്ടാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ വാണി അമ്പലത്തിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. രണ്ടും സെയിം ഫെയർ തന്നെയാണ് കുലുക്കൽ വരുന്നത്. അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് പുള്ളി വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കുക പൈസ അയച്ചു. എന്നാൽ പുള്ളിക്ക് ആദ്യം ചോദിച്ചാൽ പോരെ. 1/2 മണിക്കൂറോടെ പോസ്റ്റ് അടിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി ടിക്കറ്റ് തന്നത്. നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ഷെഡില്ലേ, പഴയ ഷെഡ് നമ്മുടെ ആദ്യത്തെ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്, നമുക്ക് അവിടെ ചെന്നിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറാം നമ്മുടെ പാസഞ്ചറിൻ്റെ. അപ്പോൾ അതിൽ കയറി നമുക്ക് നേരെ നമ്മുടെ മേലാറ്റൂർ ചെന്നിറങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 4 സ്റ്റോപ്പാണുള്ളത്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെറുകര, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, 4ാമത്തെ ആയിട്ട് നമ്മുടെ മേലാറ്റൂർ. അപ്പോൾ ഇവിടെ നിന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട്. ഈ താഴെ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു തിണ്ട് പോലെ മേലേക്ക് കാണുന്നില്ല, അത് പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടോ കാണുന്നത്. നിങ്ങൾക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോം കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ദൂരത്തേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം അത്രയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പുറത്തെ ഭാഗം, ആ ക്രോസിങ്ങിൻ്റെ ഭാഗം നല്ലോണം അവർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ റാണിയുടെ റേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആട്ടോ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അത്രയും കോച്ചുകൾക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മഴ പെയ്യണത് കൊണ്ട് ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ടാട്ടോ വരണത്. കാരണം മൂടിയിരിക്കുന്ന ക്ലൈമറ്റാണ്. അപ്പോൾ വിസിബിലിറ്റിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുള്ളി ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വരണത് കേട്ടോ LP. നമ്മൾ കയറി അപ്പം തന്നെ കുലുക്കല്ലൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ. അപ്പോൾ നമ്മൾ S3 കോച്ചിലാട്ടോ കയറിയിരിക്കണത് ഫ്രണ്ടിൽ തന്നെ. നമുക്കിനി ഒരു 1/2 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ മേലാറ്റൂർ വരെ കേട്ടോ. തിരിച്ച് നമ്മൾ 1/2 മണിക്കൂറിൽ നമ്മൾ അവിടെ എത്തും. 10:05 ആകുമ്പോൾ നമ്മൾ മേലാറ്റൂർ ചെന്ന് കയറും. നമ്മളിപ്പോൾ ഇതിൽ ബൈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് കുലുക്കല്ലൂർ വന്നത് ജനറലിലും കുലുക്കല്ലൂരിൽ തിരിച്ച് നമ്മൾ മേലാറ്റൂരിലേക്ക് ഇവിടെ സ്ലീപ്പറിലും കേട്ടോ. S3യിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ 2 ക്ലാസ് ഓഫ് കോച്ചിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു അടിപൊളി കാര്യം തന്നെയാണ്. ഒരേ വണ്ടിയും കൂടെ കേട്ടോ. അത് മുന്നിട്ട് പോകണോണ്ടാണ് നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇവിടേക്ക് ജനറലും തിരിച്ചങ്ങോട്ട് സ്ലീപ്പറിൽ നോക്കണ്ടോ. 10 രൂപയ്ക്കാണ് ഞാൻ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യണത്. നമ്മളിപ്പോൾ ചെറുകര സ്റ്റേഷനിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് സിംഗിൾ പ്ലാറ്റ്ഫോമാണ്. ഈ ഒറ്റ സൈഡിൽ മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ കേട്ടോ. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പാടമാണ് കാണുക. അപ്പം നമ്മൾ ആ സ്റ്റേഷനിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈനിലെ മേജർ സ്റ്റേഷനായ അങ്ങാടിപ്പുറത്താട്ടോ നമ്മൾ ചെന്ന് കയറാൻ പോണത്. തൊട്ട് ബാക്കിൽ തന്നെ വീടുകളാണ് കേട്ടോ. എന്താ പറയുക, ചെറിയ സ്റ്റേഷനായതുകൊണ്ട് തന്നെ തൊട്ട് ബാക്കിൽ ചെറിയ വഴിയും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴികളും വീടുകളൊക്കെ ആയിട്ടായിട്ടുള്ളത്. ഒരു ചെറിയൊരു ഷെഡ് ഇവിടെ ചെറുകരാന്ന് കൊടുത്തിട്ടുണ്ട്. ആ കാണുന്നതാണ് സ്റ്റേഷൻ മാനേജറും അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇല്ലേ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഈ വണ്ടി വരണ സമയമാകുമ്പോഴാണ് ഇവിടെ വന്ന് ടിക്കറ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ കേട്ടോ തൂവൂരിലുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മേലാറ്റൂർ ഇങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ ചെറുകര സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരണ സമയത്ത് ഇതൊന്നും എടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ തിരിച്ചു പോകുമ്പോൾ വേണമല്ലോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ 2-3 സ്റ്റേഷൻ ഈ സൈഡിലോട്ട് വരണത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അപ്പുറത്തെ ഭാഗത്തായിരുന്നിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനൊക്കെ എടുത്ത് പോണത് എടുക്കണത്.
നമ്മൾ ആ ഗ്രീനൊക്കെ കിട്ടി ക്ലിയറൻസ് ആയിരിക്കുകയാണ്. വീണ്ടും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ നിലമ്പൂർ സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ. അപ്പൊ അവിടെ നിന്ന് മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ, നല്ല മഴയാണ്. അപ്പൊ നമ്മള് മേലാറ്റൂര് എങ്ങനെ ഷൂട്ട് ചെയ്തുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. നല്ല മഴയുടെ ഒരു ഇതുണ്ട് നമുക്ക് ഇവിടെ. നമ്മളിത് പട്ടിക്കാട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഈ റൂട്ടിൽ അത്യാവശ്യം ഇപ്പോൾ ഭംഗിയുള്ള ഒരു സ്റ്റേഷൻ കൂടെ ഒരു സ്റ്റേഷൻ കേട്ടോ. ഇതും തുവൂരൊക്കെ അത്യാവശ്യം ഭംഗി ഇപ്പോഴും പോയിട്ടൊന്നുമില്ല. നമ്മളിത് പട്ടിക്കാട് വന്ന് കയറിയിരിക്കുകയാണ്. നമുക്കിത് അവിടെ ലോക്കോ കാണാൻ പറ്റണില്ല. ഇപ്പുറത്തൊന്നുമില്ല കേട്ടോ, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോം. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മുകളിൽ മറ്റേ തോപ്പും തൊടികളും അങ്ങനത്തെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ നിൽക്കണ കാണാൻ നല്ല രസമാണ് ഈ ഒരു സ്റ്റേഷൻ്റെ അവിടെയൊക്കെയും. നമ്മളിവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം പട്ടിക്കാടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു നല്ലൊരു തിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചകളുണ്ട് മേലാറ്റൂർ എത്തണ വരെ. സ്റ്റേഷൻ വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ക്രോസിംഗ് ഡബിളിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ക്രോസിങ്ങിന് വേണ്ടി ഡബിളിംഗ് ലൈൻ കൊടുത്തിട്ടുള്ള ഒരു ക്രോസിംഗ് സ്റ്റേഷനാണ് നമ്മുടെ മേലാറ്റൂർ. നമ്മളിതേ വന്ന് കയറുകയാണ് മേലാറ്റൂർ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ അതൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മൾ വന്നിവിടെ ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഈ വണ്ടിയിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെക്ക് 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിക്ക്. ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുക്കും. ഇവിടെ ഈ മേലാറ്റൂർ ഇതുപോലെ തുവ്വൂർ ഇവിടെയൊക്കെ തന്നെ 1 മിനിറ്റ് ഹോൾട്ടുള്ളൂ നമ്മുടെ പാസഞ്ചറിന്. ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് അറ്റത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വരാം കേട്ടോ. അവിടെയാണ് നമ്മുടെ മറ്റേ ഇലക്ട്രിക്കിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ പോള് പോയിട്ടുള്ള മറ്റേ സബ് സ്റ്റേഷനൊക്കെ അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് എടുത്ത് ഇങ്ങോട്ട് പോരാം. AC ഒക്കെ ഓണായി കിടക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഉറപ്പില്ല അതിനെ കുറിച്ച് കേട്ടോ. ആ ഒരു B1 കോച്ചിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടായിരുന്നു, എന്താ സംഭവം അറിയില്ല. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഡിപ്പാർട്ടായി പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ മുമ്പിലോട്ട് നടക്കാം കേട്ടോ. അവിടെയാണ് നമ്മുടെ ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മേലാറ്റൂരിലെ മെയിൻ ആയിട്ടുള്ള സബ് സ്റ്റേഷൻ ഉള്ളത് അവിടെയാണ് കേട്ടോ. ഈ റൂട്ടിലെ ഒരു മെയിൻ സബ് സ്റ്റേഷൻ ഉള്ളത് മേലാറ്റൂരിലാണ്. അപ്പോൾ ആ ഭാഗം കണ്ടിട്ട് നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റുകളൊക്കെ നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ലീപ്പർ ഇട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ കുലുക്കല്ലൂർ പോലെ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ആ രണ്ടാമത്തെ ലൈൻ വന്ന് അവിടെ റെയിലൊന്നും ആയിട്ടില്ല, സ്ലീപ്പർ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. മേലത്തെ ഭാഗത്ത് റെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് താഴേക്ക് ഒരു ഓർഡർ ആക്കി ഇടണം തോന്നുന്നു എനിക്ക്. അപ്പം ഇതാണ് നമുക്ക് ഇവിടെ കറൻ്റ് ഒരു അപ്ഡേറ്റ് കാണാനുള്ളത്. ഈ ഭാഗത്തൊക്കെ ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ മേലാറ്റൂർ വന്നിട്ട് അവിടെ നിന്ന് തുവ്വൂർ പോയി 2 സ്ഥലത്ത് അപ്ഡേഷൻ എടുത്തിട്ടാട്ടോ വന്നത്. ഇതാണ് നമ്മുടെ സബ് സ്റ്റേഷൻ വരുന്ന ഭാഗം കേട്ടോ, മേലാറ്റൂർ സ്റ്റേഷൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റൂട്ടിലൊരൊറ്റ സബ് സ്റ്റേഷനാട്ടോ. ഇനിയിപ്പോൾ വരുന്നുണ്ടാവും എന്തായാലും, കാരണം ഇനിയിപ്പോൾ ക്രോസിംഗ് സ്റ്റേഷനുകളിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. പക്ഷേ ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള സംഭവം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു ഈ റൂട്ടിലെ ഏറ്റവും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനും കൂടെ കാണാനായിരുന്നു കേട്ടോ. പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണുന്നത്. കാരണം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ എങ്ങനെയുള്ള എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇവിടം വരെയാണ്, ഈ മേലാറ്റൂർ എന്നുള്ള ബോർഡ് വരെയായിരുന്നു കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഉണ്ടായിരുന്നത്. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ടുവേർഡ്സ് നിലമ്പൂർ ഭാഗത്തേക്ക് നോക്കുന്ന നേരത്തെ സ്ലീപ്പർ ഒരു എന്താ പറയുക സ്റ്റേഷൻ കഴിഞ്ഞൊരു 1/4 ഭാഗം വരെ പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് തോന്നുന്നു ആ തിരിവിന് മുന്നേ കറക്റ്റ് ആ തിരിവിൻ്റെ ഒരു പോർഷനിലേക്ക് ആയിട്ടാവും നമ്മുടെ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് വരാൻ തോന്നുന്നു കേട്ടോ. അവിടേക്കായിട്ടാണ് അവർ അറേഞ്ച് ചെയ്യാനുള്ള രീതിക്കാണ് സ്ലീപ്പർ ഇട്ട് പോയിട്ടുള്ളത്. അപ്പോൾ റെയിലൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. കാരണം അത് പുതിയ ടൈപ്പിൽ വരുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവർ നല്ല ഹൈറ്റിൽ പൊക്കിയിട്ട് അടക്കം ഇട്ടിരിക്കണത്. പിന്നെ ആ അറ്റത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പോഴത് ഈ സ്ലീപ്പറിൻ്റെ കൂടുതലാണ് ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനോട് കുറച്ച് പ്രാധാന്യമുള്ള പോലെ തോന്നിയത്. കാരണം ഈ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ ആയപ്പോൾ തന്നെ ആദ്യം സബ് സ്റ്റേഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സബ് സ്റ്റേഷനാണ്, അതും കൊണ്ടുവച്ചത് മേലാറ്റൂരാണ്. പിന്നെ ഡബ്ലിങ്ങിൻ്റെ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും എന്താ പറയുക, ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നല്ലോണം രീതിക്ക് ഒരു പ്ലാറ്റ്ഫോമൊക്കെ നല്ല രീതിക്ക് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പുറത്തെ നമ്മൾ മുന്നേക്ക് വരുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ നല്ലോണം സ്ഥലം നമുക്ക് കാണായിരുന്നു. മരങ്ങളായിട്ട് ഫുള്ള് കവേർഡ് ആയിരുന്നു. ഇപ്പോഴും മരങ്ങൾക്ക് കുറവൊന്നുമില്ല, എന്നാലും നമ്മുടെ പണ്ടത്തെ ഒരു ഭംഗിയില്ലെന്നേ ഉള്ളൂ. അതിപ്പോൾ വികസനം വരുന്ന സമയത്ത് അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമല്ലേ വികസനം വരുന്ന സമയത്ത് അതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഒരുവിധം അവിടെ ആയി വരുന്നുണ്ട്. ഒരു പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ കുലുക്കല്ലൂർ നോക്കുന്ന സമയത്ത് അവിടെ ട്രാക്ക് ഫുള്ള് വന്നു കഴിഞ്ഞിട്ടോ. അവിടെ നീ കുറച്ചുകൂടെ പണി ബാക്കിയുള്ളൂ അവിടെ കമ്മീഷനാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നുന്നു ഇതും അതും കൂടെ ഒരുമിച്ച് തന്നെ കമ്മീഷനാവാൻ സാധ്യതയുള്ളൂ. ഇവിടെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെയിലൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. JCB എടുത്ത് താഴേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് റെയിലിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ. എനിക്ക് തോന്നുന്നു ആ റെയിലിട്ടിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ പോയിന്റ് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് ലൂപ്പിൽ നിന്ന് കയറാനുള്ള ഒരു പോയിന്റാണ് അത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് റെയിലിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB വെച്ച് താഴെയാണ്. മറ്റേ ഇലക്ഷന് പോയിട്ട് ഹിന്ദിക്കാരൊന്നും അധികം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് പണി ഇങ്ങനെ ഭയങ്കര കുറവായിട്ട് പോണത് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായാലും നല്ലൊരു ഡെവലപ്മെൻ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ആ ബിൽഡിങ് സ്റ്റേഷൻ മാനേജറുടെ ബിൽഡിംഗ് ആണ് തോന്നുന്നു കേട്ടോ. പുതിയ ബിൽഡിംഗ് അവിടെ കെട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി ടിക്കറ്റ് കൗണ്ടറും സ്റ്റേഷൻ മാനേജറുടെ ബിൽഡിംഗ് ഒക്കെ വരണത്. കാര്യമായിട്ട് തകൃതിയിൽ പണി നടക്കുന്നുണ്ട്. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ്റെ പഴയ ഒരു എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ കൗണ്ടർ ഞാൻ നേരത്തെ കാണിച്ചെന്നു കേട്ടോ. അതിൻ്റെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വലിയ ബിൽഡിംഗ് ആട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ബിൽഡിംഗ് എത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എക്സിറ്റ് വരുന്നത്. ഇത് കൂടെയാണ് നമ്മൾ പുറത്തേക്കകത്തേക്കൊക്കെ വരേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളതും. അങ്ങനെ നമ്മുടെ ഡബിളിങ്ങിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങാം കേട്ടോ. മേലാറ്റൂരാണ് നമ്മൾ അവസാനം വന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡബിളിങ്ങിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കുലുക്കല്ലൂരും മേലാറ്റൂരും നമ്മൾ രാവിലെ രാജറാണിയിൽ തൃശ്ശൂരിൽ നിന്ന് കയറി നമ്മൾ നേരെ നിലമ്പൂർ വന്നിട്ടു. നിലമ്പൂരിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ കുലുക്കല്ലൂർ വന്ന് കുലുക്കല്ലൂർ കവർ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് രാജറാണിയുടെ തന്നെ നിലമ്പൂർക്ക് പോണ സെയിം ബ്രേക്ക് വെച്ച് പോണ പാസഞ്ചറിന് കയറി നമ്മൾ മേലാറ്റൂർ എത്തി. മേലാറ്റൂരും കവർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പോൾ ഈ ഡബിളിങ് അതുപോലെ ക്രോസിങ് ഈ അപ്ഡേറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരുടെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ ഫ്രം മേലാറ്റൂർ.